കർണാടകയിൽ ഞാനൊക്കെ ജീവിക്കുന്നിടം അത്ര എളുപ്പമുള്ള സ്ഥലമല്ല ജീവിക്കാനും. ഞാൻ ജീവിക്കുന്നത് വന അതിർത്തിയോട് ചേർന്നാണ്. ഒരു 1.5 മാസം മുമ്പ് എല്ലാം കൃഷിയൊക്കെ ചെയ്താലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി വാഴയൊക്കെ നട്ടായിരുന്നു. അപ്പോൾ അതിന് വെള്ളം തിരിക്കാൻ പോകണം. ഒരു ദിവസം വെളുപ്പിനെ 2:30 എഴുന്നേറ്റ് ബോറ് വെള്ളം തിരിച്ചു വിടാൻ പോകുമ്പം ഞാൻ ചെന്ന് നിൽക്കുന്നത് ഒരു പുലിയമ്മയുടെ 3 പുലിക്കുഞ്ഞിൻ്റെ അടുത്താണ്. ഓർത്ത് നോക്കുക, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ ഒന്നും ചെയ്തില്ല. ഇവിടുന്ന് കൂടി വന്നാൽ ആ ഡോറിൻ്റെ അത്ര അകലെയാണ് ഞാനും പുലിയുടെ മക്കളും നിൽക്കുന്നത്. പുലിക്കൊരു സ്വഭാവമുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല. മനുഷ്യരങ്ങനല്ലല്ലോ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ കുട്ടി എവിടെയൊക്കെ പോവില്ലേ, എല്ലാത്തിനും പോവില്ലേ. പക്ഷേ ആ മൃഗം ഒരിക്കലും അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒന്നിനെയും ആക്രമിക്കാൻ പോവില്ല, ഒന്നിനും പോവില്ല. അതുങ്ങൾ വിശക്കുന്നെന്ന് കാണുമ്പോൾ ഒരു ലക്ഷണം കാണിക്കും, അപ്പോഴാണ് ഇരതയിടാനായിട്ട് പോകുന്നത്. പക്ഷേ അടുത്ത് ചെന്നിട്ട് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല, എൻ്റെ ജീവൻ അവിടെ തീർന്നേനെ, പുലിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ ഈ നനയ്ക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കാട്ടുപോത്ത് വരും ഇഷ്ടം പോലെ, 10ഉം 20ഉം എണ്ണമൊക്കെ. ഒരു ദിവസം ഒരു 16 എണ്ണത്തിൻ്റെ നടുക്ക് പെട്ടുപോയി. ഞാൻ രാത്രിയിൽ വെള്ളം തിരിക്കാൻ പോയതാണ്. 10-16 കാട്ടുപോത്തുകളിടയ്ക്ക്. അതുങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാം നശിപ്പിച്ചു. പക്ഷേ ഞാൻ ജപമാല കയ്യിലുണ്ടായിരുന്നു, മുറുക്കെ പിടിച്ചു. ഒന്നും എനിക്ക് സംഭവിച്ചില്ല. 1 മണിക്കൂർ ഞാൻ അതുങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥനയോട് നിന്നു. ഒന്നും എനിക്ക് സംഭവിച്ചില്ല. ഞാൻ പറയുന്നത്, ഞങ്ങൾ മിഷൻ സ്ഥലത്ത് ജീവിക്കുന്നത് വളരെ റിസ്ക്കിലാണ്, ത്യാഗത്തിലാണ്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പം എന്നെ ഈ കേൾക്കുന്ന ഇത്രയും മക്കളുടെ മുൻപിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ സേവനം ചെയ്യുന്ന സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ഈ പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. ആകുന്നിടത്തോളം കന്നഡ ദേശത്ത്, കന്നഡയുണ്ട്, കൊങ്ങിണിയുണ്ട്, മറാഠിയുണ്ട്, തുളുവുണ്ട്, ഒക്കെ ഭാഷ ഞങ്ങൾ സംസാരിക്കുന്നത്. അവരുടെ എല്ലാം ഇടയിൽ അമ്മ വഴി ഈ സ്ഥലത്ത് നടത്തപ്പെടുന്ന ഈ വലിയ അത്ഭുതം, ഈ വലിയ ദൈവാനുഭവത്തെ ഞാൻ സാക്ഷ്യമാകാൻ പരിശ്രമിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഞങ്ങളെയും കൂടി ഓർക്കണമേ. ഒപ്പം ഇന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഒരു കാര്യത്തെ സംബന്ധിക്കുവാനും അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുവാനും അമ്മയോടൊത്തായിരിക്കുവാനും ഏറെ കൃപ നിറഞ്ഞ അച്ഛനെ എൻ്റെ മുഖം ഒന്ന് കാണുവാനും ഒക്കെ സാധിച്ചു. ദൈവത്തിന് ഒരുപാട് നന്ദി. എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് രോഗത്താൽ വലയുന്നവർക്ക് ഒരു ആശ്വാസമാകും എന്നെനിക്ക് വളരെ ഉറപ്പുണ്ട്. സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഞങ്ങൾ അത് തന്നെ ചെയ്തു പോകുന്നവരാണ്. എൻ്റെ കെയർ ഓഫിൽ 29 മക്കൾ ജീവിക്കുന്നുണ്ട്, അനാഥരായിട്ടുള്ളവർ. ഞാൻ